ഷുഗർ വന്നാൽ എന്തുകൊണ്ടാ മുറിവ് ഉണങ്ങാത്തതെന്നറിയോ? എന്തുകൊണ്ടാ ഷുഗർ ഉള്ള ആളുകൾക്ക് ഒരു മുറിവ് വന്നാൽ ഉണങ്ങാത്തത്? ഷുഗർ കൂടുതലുള്ളതുകൊണ്ട് എന്തുകൊണ്ടാ മുറിവ് ഉണങ്ങാത്തെ? നമുക്ക് പഞ്ചസാര എത്രമാത്രം ഇഷ്ടമോ അത്രയും ഇഷ്ടമാണ് ഈ അണുക്കൾക്കും. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയാസിനും ഫംഗസിനും വൈറസസിനും ഒക്കെ ഈ മധുരം ഭയങ്കര ഇഷ്ടമാണ്. നല്ല വളക്കൂറുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ കാട് നല്ലോണം വളരും. ആണോ അല്ലയോ? വളരും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഷുഗർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ അണുക്കൾക്കൊക്കെ വളരാൻ നല്ല സൗകര്യ. അവരങ്ങ് കയറി വളരും. ഈ മുറിവിനകത്ത് ബാക്ടീരിയാസ് വളരും. അവര് ഇൻഫെക്ഷൻസ് കൂട്ടും, മുറിവ് പഴുത്തോണ്ടിരിക്കും. അതുകൊണ്ടാണ് ഷുഗർ കൺട്രോൾ ചെയ്ത് വെക്കുന്നത്. എന്തുകൊണ്ടാണ് ഷുഗർ രോഗികൾക്ക് കാർഡിയാക് ഇഷ്യൂസ്, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നതെന്നറിയോ? ഏറ്റവും കൂടുതൽ ഹാർട്ടിന്റെ പ്രശ്നം വരുന്നത്, ഈ ഹാർട്ടിൽ ബ്ലോക്ക് വരുന്നത്, ഹാർട്ട് അറ്റാക്ക് അഥവാ ബ്ലോക്ക് വരുന്നത് ഈ ഹാർട്ടിന്റെ ചുറ്റുമുള്ള രക്തക്കുഴലിലാണ് ഈ ബ്ലോക്ക് വരുന്നതെങ്കിൽ ശരിക്കും അവിടെ ആയിരിക്കില്ല ഈ ബ്ലോക്ക് തുടങ്ങുന്നത്. പലപ്പോഴും ഹാർട്ടിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള നമ്മുടെ കാലുകളിലായിരിക്കും ഫസ്റ്റ് ബ്ലോക്ക് തുടങ്ങുക. രാത്രിയാകുമ്പോൾ കാല് കോച്ചി പിടിക്കുന്നേ, മരവിക്കുന്നേ, വേദന എടുക്കുന്നേ, മരിയയ്ക്ക് കൃത്യമായ വ്യായാമം കിട്ടാതെ ഈ രക്തക്കുഴലിൽ കുഞ്ഞു കുഞ്ഞു ബ്ലോക്കുകൾ വരുന്നതായിരിക്കും. നല്ല രീതിയിൽ രക്തോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുമ്പം ഈ ബ്ലോക്ക് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ബ്ലോക്ക് ചിലപ്പോൾ അവിടുന്ന് തെന്നി നീങ്ങാം, വീണ്ടും സർക്കുലേഷനിൽ കയറി പല സ്ഥലങ്ങളിലായിട്ട് പോയി ഓരോ അവയവങ്ങളിൽ എത്തി. അവിടെ നിന്നും ബ്ലോക്ക് ആക്കാനുള്ളത്രയും സ്ഥലം ഉണ്ടായില്ല. ഒഴുകി ഒഴുകി എവിടെ എത്തി? ഹാർട്ടിലെത്തി, ബ്ലോക്കായി. മനസ്സിലായോ? ഇതേ രക്തക്കുഴലിന്റെ ആ കട്ട ഏത് ഭാഗത്ത് വേണേലും ഒട്ടിപ്പിടിക്കാം, ബ്ലോക്ക് ഉണ്ടാക്കാം. തലച്ചോറിൽ ഒട്ടിപ്പിടിച്ച സ്ട്രോക്കായി, തലച്ചോറിലെ രക്തക്കുഴലില്. അതുപോലെ ഏതെങ്കിലും അവയവത്തിൽ കയറിയിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ബ്ലോക്കുകൾ ഉണ്ടാക്കാം, ഷുഗർ കാരണം ഉണ്ടാവാം. അപ്പൊ ഈ ഷുഗറിനെ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ കൃത്യമായ മെഡിസിൻസിലൂടെ, അല്ലെ കൃത്യമായ വ്യായാമത്തിലൂടെ, അല്ലെ കൃത്യമായ ജീവിത ശൈലിയിലൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഇവരെ നമുക്ക് ഒരു രീതിയിൽ അങ്ങനെ അങ്ങ് പോവാം. ഓക്കെ. ഷുഗർ വരുന്നത് ആരുടെയും തെറ്റല്ല, നേരെ മറിച്ചത് കൺട്രോൾ ചെയ്യാതെ അതിനകത്ത് മുങ്ങിത്താഴുന്നത് തീർച്ചയായും അവരുടെ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഷുഗർ രോഗം കൃത്യസമയത്ത് കണ്ടുപിടിക്കുകയും അതിനുള്ള പ്രതിവിധികൾ എല്ലാവരും ചെയ്യുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു.